ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു റൈസിനാണ് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് ഫ്ലേവറും ഇരിക്കുന്നത്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്യാം. ഇനിയിപ്പോൾ വെറുതെ റൈസായിട്ടും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബുഖാരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റൈസിനാണ് ഇതിൽ കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ, ഈ ഒരു ബീഫിനേക്കായും ചിക്കനേക്കായും ഒക്കെ. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉണക്കമുന്തിരിയും ഈ ഒരു ക്യാരറ്റും ആണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന, വേറുള്ള റൈസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ കറുത്ത ഉണക്കമുന്തിരി ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ കളറിലുള്ള ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാനിതാ കറുത്ത ഉണക്കമുന്തിരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മുന്തിരിയൊക്കെ ഇതുപോലെ അങ്ങ് വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്കായും 3 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്നങ്ങ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള അറബിക് മസാലയാണ് കേട്ടോ. പച്ചമല്ലി, വറ്റൽമുളക്, കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയും ഐറ്റംസ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബുഖാരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് വേണം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മട്ടൺ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതിലേക്ക് അങ്ങ് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ചിക്കൻ ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അരി വേവിക്കാൻ മൊത്തത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2.5 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആ ഒരു രീതിയിലാണ് കേട്ടോ അളവ് വേണ്ടത്. പിന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും അതുപോലെ ഒരു മാഗിയുടെ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ ചിക്കനൊക്കെ ഒന്ന് അങ്ങ് കുക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഒന്ന് കുക്കായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ്റെ പീസുകളെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം അളന്ന് നോക്കണം കേട്ടോ. നമ്മൾ അരിയുടെ ആ ഒരു അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം ഉണ്ടോ എന്നുള്ളത് അളന്ന് നോക്കണം. ഒരു ജഗ് അരിയാണെന്നുണ്ടെങ്കിൽ 1.5 ജഗ് വെള്ളം വേണം. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എക്സ്ട്രാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണും കൂടെ അറബിക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് നല്ല കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസാല ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളമാണോ മസാലയുടെ ഫ്ലേവർ വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. റൈസിൽ പിടിക്കാനുള്ള ഉപ്പുണ്ടോ എന്നുള്ളതും കൂടി ഈ ഒരു അരി ഇടുന്നതിന് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളിതാ 1 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെള്ളക്കൂറ്റി കളഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ്, സെല്ല റൈസാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരി. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് അരിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വന്നതിന് ശേഷം തീ ഓഫാക്കിയിടാം. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബുഖാരി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കിസ്മിസും കൂടി ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് കുറച്ച് അറബിക് മസാലയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു ഉപ്പും
പിന്നെ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആയതിന് ശേഷം ഇനി നമ്മളിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞൊന്നും പോവാതെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മസാല പുറമേയുള്ള മസാലയൊക്കെ ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതാ നമ്മൾ ക്യാരറ്റും കിസ്മിസും ഞാൻ ചോറിൽ കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വിട്ടു പോയതാണ്. ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ക്യാരറ്റ് പൊരിച്ചതും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനും വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ് ചിക്കൻ ബുഖാരി. മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്താലും പിന്നെ മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന മെത്തേഡ് വേണ്ട കേട്ടോ. ചിക്കനും ഫ്രൈ ചെയ്യാതെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാലയ്ക്ക് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്